മനുഷ്യൻ ഭൂമിയുടെ ശ്വാസവുമായി ഒന്നിക്കുമ്പോൾ പർവ്വതങ്ങൾ പോലും തകരുന്നു, സമുദ്രങ്ങൾ പിളരുന്നു, ദൈവങ്ങൾ തന്നെ വിറയ്ക്കുന്നു. ലോകത്തിന്റെ ജീവരക്തം നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നിടം ഓരോ പ്രഹരവും പ്രകൃതിയുടെ ഭാരം തന്നെ വഹിക്കും. ഇത് വെറും ശക്തിയല്ല, ഒരു യോദ്ധാവിന്റെ മുഷ്ടിയിൽ കെട്ടിച്ചമച്ച പ്രകൃതിയുടെ ഇച്ഛാശക്തിയാണ്. നിശ്ചലമായി നിന്ന് കാറ്റിനെയും മണ്ണിനെയും ചുറ്റുമുള്ള ജീവിതത്തെയും അനുഭവിച്ച ശക്തി. മാംസവും ആത്മാവും മർത്യന്മാരാണ്, പക്ഷെ പ്രകൃതി ശാശ്വതമാണ്. ഷിനോബികളെ ഇതിഹാസങ്ങളാക്കിയും ഇതിഹാസങ്ങളെ ദൈവങ്ങളായി മാറ്റിക്കൊണ്ട് ആ നിത്യത തുറക്കുന്ന താക്കോലാണിത്. അധികമായാൽ നീ കല്ലായി തീരും, കുറഞ്ഞു പോയാൽ നീ ഒന്നുമല്ലാതായി തീരും. എന്നാൽ പൂർണ്ണ സന്തുലിതാവസ്ഥയിൽ ലോകം തന്നെ നിന്റെ പക്ഷത്തു നിന്ന് പോരാടുന്ന രീതിയിൽ ആ ഒരു തലത്തിൽ നീ എത്തിച്ചേരും. സീരീസിൽ വൺ ഓഫ് ദി ലെജൻഡറി സാനൻസ് ആയ ജിറായിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയ അതുല്യമായ ശക്തിയുടെ പൂർണ്ണ രൂപം ദി സേജ് മോഡ്. ഓക്കെ ഫൈൻ, സേജ് മോഡ് എന്താണ്? സേജ് മോഡ് നാറുട്ടോ സീരീസിൽ ആർക്കും മറക്കുവാനാകാത്ത അല്ലെങ്കിൽ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകാനാവാത്ത ഒരു ഒന്നാന്തര ശക്തിയുടെ ഒരു മോഡ് തന്നെയാണ് സേജ് മോഡ്. എന്നാൽ ശരിക്കും ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? ഇതിൻ്റെ ഒറിജിനൽ ഹിസ്റ്ററി എന്താണ്? ഇതെങ്ങനെ വർക്ക് ചെയ്യും? ഇതിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്? ഇതിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള യൂസേഴ്സ് ആരൊക്കെയാണ്? ഇതിന് വേറെ വല്ല വേരിയൻസ് ഉണ്ടോ? കൗണ്ടർ ആൻഡ് വീക്ക്നെസ് ഉണ്ടോ? ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. സേജ് മോഡ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതായത് ഒരു ഷിനോബിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് പവർഫുൾ സ്റ്റേറ്റ് ആണ് സേജ് മോഡ്. ഇത് നാച്ചുറൽ എനർജിയുമായിട്ട് ഒരു യൂസർ അല്ലെങ്കിൽ ആരാണോ പ്രവർത്തിക്കുന്നത് അയാളുടെ ചക്രയുമായിട്ട് കോമ്പൈൻ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പരിപൂർണ അവസ്ഥയിലാണ് നമ്മൾ സേജ് മോഡിൽ കിടക്കുന്നത്. നാറുട്ടോയുടെ ഭാഷയിൽ യൂസറിൻ്റെ ചക്രയും നാച്ചുറൽ എനർജിയും കൂടെ ചേരുമ്പോൾ സെൻജുത്സു ചക്രയാകുമെന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന ആ അവസ്ഥയെ പറയുന്നതാണ് സേജ് മോഡ്. ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് സേജ് ഓഫ് സിക്സ് പാത്തിൽ നിന്നാണ്. അതെ, ഹാഗറോമോ ഓട്സുസുക്കിയിൽ നിന്ന്. ഈ അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ സേജ് മോഡ് അല്ലെങ്കിൽ സെൻജുത്സു പ്രാക്ടീസറും. അത് കഴിഞ്ഞ് കാലാന്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള മിസ്റ്റിക്കൽ ലൊക്കേഷനിൽ, അതായത് നല്ല സ്ട്രോങ് നാച്ചുറൽ എനർജിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് പ്രിസർവ് ചെയ്ത് പോകുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൗണ്ട് മിയോബുക്കു, റുയിച്ചി കേവ്, പിന്നെ ഷിക്കോസ്റ്റു ഫോറസ്റ്റ്. ഇതിൽ മൗണ്ട് മ്യൂബുക്കു ടോഡുകളാണ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. ടോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള. അതെ, നമ്മുടെ ജിറായൻ നാറൂട്ടോയൊക്കെ സേജ് മോഡ് പ്രാക്ടീസ് ചെയ്ത് മൗണ്ട് മ്യൂബുക്കു നിന്നാണ്. അടുത്തത് റിയൂച്ചി കേവ്. ഇത് പാമ്പുകളുടെ സ്ഥലമാണ്. കബൂട്ടോ, ഓറോച്ചിമാരും ഒക്കെ കണ്ടുപിടിച്ച ആ ഒരു സേജ് മോഡിൻ്റെ ടെക്നിക്സ് ഒക്കെ റോയിച്ചി കേവിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അടുത്തത് ഷിക്കോട്സു ഫോറസ്റ്റ് ആണ്. ഇവിടെ സ്ലഗ്സ് ആണ് അല്ലെങ്കിൽ ഒച്ചുകളാണ്. ഹാഷ്റാമിയും സുനാഡയുടെ കണക്ഷനും ഒക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ഈ സേജ് മോഡ് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഷിനോബിക്ക് പറ്റുന്ന കാര്യമല്ല. ഇതിന് നല്ല രീതിയിലുള്ള ഒരു സെൻസിങ് കപ്പാസിറ്റിയും നാച്ചുറൽ എനർജി അല്ലെങ്കിൽ നേച്ചർ ആയിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവും വേണം. ഇത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് സേജ് മോഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ നിങ്ങൾ അവിടെ പോയിട്ട് അത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ഒരു കല്ലായി മാറും. ആ സീരീസിൽ നമുക്ക് അവിടെ കുറേ പ്രതിമകളെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയുന്ന ടൈമിൽ നമ്മുടെ എൽഡർ ടോഡ് വിശദീകരിക്കുന്നുമുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണോ സേജ് മോഡ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നല്ല പെർഫെക്റ്റ്ലി റിമെയിൻ സ്റ്റില്ലായിരിക്കണം. അതായത് നേച്ചർ എനർജി അബ്സോർബ് ചെയ്യുന്ന ഒരാൾ നന്നായിട്ട് സ്റ്റില്ലായിട്ടിരിക്കണം. അങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഫിസിക്കലും സ്പിരിച്വൽ ചക്രയും കൂടെ കോമ്പൈൻ ചെയ്ത് സെൻജുത്സു ചക്ര ഉണരുകയുള്ളൂ. ഈ ഒരു സെൻജുത്സു ചക്ര ബാക്കിയുള്ള യൂസറിൻ്റെ എല്ലാ ടെക്നിക്സിനെയും അപ്ഗ്രേഡ് ചെയ്യുകയാണ്. നിഞ്ചിത്സു, ടൈജിത്സു, ഗെൻജിത്സു അതെല്ലാം ഒരു സൂപ്പർ ഹ്യൂമൻ ലെവലിലേക്ക് എത്തിക്കുകയാണ്. സോ ഇത് മെയിൻലി അച്ചീവ് ചെയ്യാനായിട്ട് മൂന്ന് വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ അനങ്ങാതെ ആ ഒരു യുദ്ധത്തിൽ തുടരുക. ഇത് സത്യം പറഞ്ഞാൽ പോസിബിളേ അല്ല. 2, ഒരു സേജ് ക്ലോണിനെ ഉണ്ടാക്കുക. എനർജി ആ ക്ലോൺ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഗ്യാദർ ചെയ്തോളൂ. അതുമല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സേജ് ബോഡി ഉണ്ടായിരിക്കുക. ഇത് സത്യം പറഞ്ഞാൽ സീരീസിൽ ഗോഡ് ഓഫ് ഷിനോബിയായ ഹാഷുറാമയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു പെർഫെക്റ്റ് സേജ് ബോഡി ഉള്ളൂ. സേജ് മോഡിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻഹാൻസ്ഡ് ഫിസിക്കൽ എബിലിറ്റീസ് ആണ്. നമുക്ക് ഓൾറെഡി ഉള്ളതിനെ സൂപ്പർ ഹ്യൂമൻ ലെവലിലേക്ക് എത്തിക്കും. അതിപ്പോൾ സ്ട്രെങ്ത് ആയിക്കോട്ടെ, അത് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ആവും. സ്പീഡും റിഫ്ലെക്സും ഒക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും. പിന്നെ ഡ്യൂറബിലിറ്റി, ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഡാമേജ്, അതായത് കുറേ നേരം പിടിച്ചു നിൽക്കുവാൻ സാധിക്കും.
രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് സെൻസറി പെർസെപ്ഷൻ ആണ്. അതെ, 360 ഡിഗ്രി നാച്ചുറൽ എനർജി സെൻസിങ്. അതായത് കണ്ണുപോലും ആവശ്യമില്ല. ഇങ്ങനെയാണ് മാദ്ര ഫൈറ്റ് ചെയ്യുന്നത് ഷിനോബികൾക്കെതിരെ. ആ ഒരു സേജ് മോഡിന്റെ പവർ ഉദ്ദേശിച്ച് കണ്ണുപോലും വേണ്ട, ഒപ്പോണന്റിനെ സെൻസ് ചെയ്യാൻ പറ്റും, ഒപ്പോണന്റിന്റെ ചക്ര വെച്ച് തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിൻജിറ്റ്സും ടൈജിറ്റ്സും ബൂസ്റ്റ് ആക്കപ്പെടും. അതേപോലെ തന്നെ ഈ ഒരു സേജ് മോഡ് മാസ്റ്റർ ചെയ്ത ഒരാൾക്ക് ഗെഞ്ചിറ്റ്സുവിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇക്കാച്ചിയെ പോലെ ഒരാളൊക്കെയാണ് നിങ്ങളുടെ എതിരെ വരുന്നതെങ്കിൽ ആ ഒരു ഇക്കാച്ചിയുടെ പോലും തരമുള്ള ഗെഞ്ചിറ്റ്സുവിൽ നിന്ന് സേജ് മോഡാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് കാരണമായി പറയുന്നത് നല്ല സ്ട്രോങ് മെന്റൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. എന്തുകൊണ്ട്? ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി ഉള്ളതുകൊണ്ട്. നാറൂട്ടോ സീരീസിൽ ഉടനീളം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് നോട്ടബിൾ യൂസേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നാറൂട്ടോ ഉസുമാക്കി. നാറൂട്ടോ ഉസുമാക്കിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടോഡ് സേജ് മോഡാണ്. 2 ജിറായ. അതെ, നാറൂട്ടോയുടെ സെൻസേ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെജൻഡറി സൈനൻസിലെ ഒരാളായിട്ടുള്ള, ഞാൻ നാറൂട്ടോയുടെ സെൻസേ എന്ന് പറയുന്നത് അദ്ദേഹവും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ. എന്നാൽ ജിറായയുടെ ആ ഒരു സേജ് മോഡ് കംപ്ലീറ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇംപെർഫെക്റ്റ് സേജ് മോഡ് എന്ന് തന്നെ പറയാം. മൂന്നാമത് മിനാട്ടോ ആണ്. മിനാട്ടോ ബ്രീഫ്ലി പെർഫെക്റ്റ് സേജ് മോഡ് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നാലാമത് ഗോഡ് ഓഫ് ഷിനോബി ആയിട്ടുള്ള ഹാഷറാമ സെഞ്ചു ആണ്. പുള്ളിക്കാരന് പെർഫെക്റ്റ് സേജ് മോഡ് നാച്ചുറലി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് ബോഡിയിൽ ഇൻ്റഗ്രേറ്റഡ് ആയിരുന്നു. അഞ്ചാമത് കാബുട്ടോയാണ്. ഇവിടെ കാബുട്ടോ റൈഷി കേവിൽ നിന്നാണ് ഈ ഒരു സേജ് മോഡ് അച്ചീവ് ചെയ്യുന്നത്. ആറാമത് ഫുഗാസാക്കുവും ഷീമയാണ്. രണ്ടും ടോഡ് സേജസ് ആണ്. നമുക്കറിയാം, മാസ്റ്റർ ഓഫ് ദിസ് ടെക്നിക് എന്ന് തന്നെ പറയാം. പിന്നീട് 2 ടോഡുകളായിട്ടുള്ള ഗാമഗുണ്ടയും ഗ്രേറ്റ് ടോഡ് സേജും ഒക്കെയാണ്. ഇനി സേജ് മോഡിന്റെ വേരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് ടോഡ് സേജ് മോഡ്. അത് മൗണ്ട് മിയാബുക്കോയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഓഫൻസീവും സെൻസറി എബിലിറ്റീസും ഒക്കെ എൻഹാൻസ് ചെയ്യുന്നതാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്നേക്ക് സേജ് മോഡാണ്, റൂയിച്ചി ഗേവിലുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഒരാളുടെ ബോഡി ട്രാൻസ്ഫോർമേഷനും സെൻസറി ഫോക്കസസ് ഓൺ സ്റ്റെൽത്ത് എന്നൊക്കെ പറയാം. ഇനി മൂന്നാമത് സ്ലഗ് സേജ് മോഡ്, ഷിക്കോക്സു ഫോറസ്റ്റിൽ. ഈ സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല, നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ മാത്രമാണ് ഹൈലി പരാമർശിക്കുന്നത്. ഇനി നാലാമത്തത് 6 പാത്ത് സേജ് മോഡാണ്. അതെ, ഹോഗ്രോമോസ് ഡിവൈൻ വേർഷൻ ഏറ്റവും സുപ്പീരിയർ ആണെന്നാണ് കരുതപ്പെടുന്നത്. ഒരു എക്സെപ്ഷണൽ കേസായിട്ട് സ്കേഴ്സ് മാർക്ക് സ്റ്റേറ്റും കൂടെ പറയാം, അതായത് ഒറോച്ചിമാരുവിൻ്റെ ഇൻകംപ്ലീറ്റ് ഫോം ഓഫ് സെൻജിറ്റ്സു എൻഹാൻസ്മെൻറ്റ്. സോ ഒരു സേജ് മോഡ് യൂസർ മെയിൻലി പ്രതിപാദിക്കുന്ന കുറച്ച് വീക്ക്നെസ്സും കൗണ്ടേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽനെസ് ആണ് ഒന്നാമത്തെ കാര്യം. മോസ്റ്റ് സേജ് മോഡ്സും നല്ല രീതിയിൽ തന്നെ അനങ്ങാതെ ഇരിക്കണം. സോ എന്നാലേ നാച്ചുറൽ എനർജി ഗ്യാദർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റ് ആണ്. മിക്ക യൂസേഴ്സിനും കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ അവരുടെ ഫുൾ എനർജി റൺ ഔട്ട് ചെയ്യാൻ. നാറൂട്ടോയുടെ കേസിൽ 5 മിനിറ്റ് എന്നാണ് സീരീസിൽ കാണിക്കുന്നത്. പിന്നെ ഇതിന് ഒട്ടുക്കത്തെ റിസ്ക് ആണ്. ഇത് കുറഞ്ഞു പോയാൽ സേജ് മോഡ് ആക്റ്റീവ് ആക്കാനും പറ്റില്ല, എന്നാൽ കൂടിപ്പോയാൽ നിങ്ങളൊരു കല്ലുമാകും. അതായത് ഇംപെർഫെക്റ്റ് വേർഷൻസ് ഇതിന് നടക്കില്ല, ഫെയിലിയർ തന്നെയാവും. പിന്നെ ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് സ്പീഡ് മാത്രമാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഗെഞ്ചിറ്റ്സു ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗെഞ്ചിറ്റ്സു ഹയർ ലെവലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പാടാണ്, പക്ഷേ കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ അല്ല. അതായത് സേജ് മോഡ് യൂസറിനെയും ഗെഞ്ചിറ്റ്സുവിൽ അകപ്പെടുത്തുവാൻ പറ്റും, ബട്ട് ഒരു പരിധി വരെ എന്ന് ഞാൻ പറയാം. സേജ് മോഡ് വെച്ച് നാറൂട്ടോ സീരീസിലെ മോസ്റ്റ് ഫേമസ് മൊമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാറൂട്ടോ പെയിനെ ഡിഫീറ്റ് ചെയ്യുന്നത്, പിന്നെ ഹാഷറാമ മാദ്രേനെയും കുറാമേനെയും ഒരുമിച്ച് ഓവർ പവർ ചെയ്യുന്നത്, സാസ്കയ്ക്ക് ഇറ്റാച്ചിക്ക് എതിരെ കബൂട്ടോ ബാറ്റിൽ ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത്, ഇതും സേജ് മോഡ് വെച്ച് തന്നെയാണ്. പിന്നെ ജിറായ ആ ഒരു പെയിനുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, ഇംപെർഫെക്റ്റ് സേജ് മോഡ് ആയിരുന്നെങ്കിൽ കൂടി അതും വൺ ഓഫ് ദി ലെജൻഡറി ഫൈറ്റ്സിൽ ഒന്നാണ്. ഇത്രയൊക്കെയാണ് സേജ് മോഡിനെ പറ്റി പറയാനുള്ളത്. ഇത് പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നാറൂട്ടോ സീരീസിലെ ഹോട്ട് ആൻഡ് സ്പൈസി ടോപ്പിക്സായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ, സീ നെക്സ്റ്റ് വീഡിയോ.